നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം നമുക്ക് ഒരുപാട് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കും. എന്നാൽ ഇഷ്ടമില്ലാത്ത കാര്യം ഒട്ടും നമ്മൾ ചെയ്യത്തില്ലായിരിക്കും. അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യം. അതായത് ഞാൻ എങ്ങനെ വാഹനം ഓടിക്കാൻ പഠിച്ചു. ഹായ്! നമസ്കാരം. ഞാൻ രാകേഷ് എംജി. ഡ്രൈവ് വിത്ത് എംജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അടുത്തൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞുതരും ഞാൻ എങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിച്ചതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഡ്രൈവിംഗ് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടു പഠിക്കുകയാണ് ഞാൻ ചെയ്തത്. അതായത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം കൊച്ചിലേ തൊട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം പുറത്ത് തന്നെയാണ്. അപ്പം അവിടെ വെച്ച് തന്നെ പപ്പ ഒരു മസ്ഡ ആയിരുന്നു പപ്പയ്ക്ക് ഉണ്ടായിരുന്നത്. മസ്ഡ പിക്കപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അന്ന് ആ ഒരു സമയം തൊട്ട് തന്നെ പപ്പ ഓടിക്കുന്ന സമയത്ത് ഞാൻ പപ്പ എങ്ങനെയാ ഓടിക്കുന്നതെന്നുള്ളത് നോക്കിക്കൊണ്ട് കണ്ടു പഠിക്കുമായിരുന്നു. അങ്ങനെ കണ്ടുപഠിച്ച് ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പപ്പ എനിക്ക് സ്റ്റിയറിംഗ് തരുമായിരുന്നു. ആ സ്റ്റിയറിംഗ് വെച്ച് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ചുമ്മാ തിരിച്ചിട്ട്, പക്ഷെ അന്നൊന്നും എനിക്ക് ഒട്ടും കൺട്രോൾ ഇല്ല. ഞാൻ റൈറ്റ് സൈഡിൽ, ഇപ്പം ഞാൻ ഇരിക്കുന്ന ഡ്രൈവർ സൈഡിൽ തന്നെയായിരുന്നു അന്നും ഇരുന്നത്. കാരണം ഗൾഫിലെ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റിയറിംഗ്, റൈറ്റ് സൈഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ ഓടിച്ച് അങ്ങനെയൊക്കെ ഇടയ്ക്ക് സ്റ്റിയറിംഗ് തരുമായിരുന്നു. വല്ല ജബൽ ഏരിയാസിലേക്ക് പോകുന്ന സമയത്ത്, അതായത് നല്ല റോഡല്ലാത്ത നമ്മുടെ ജബൽ ഏരിയാസിലേക്ക് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് തിരിച്ചാലും കുഴപ്പമില്ല. പക്ഷെ അന്നൊക്കെ ആണെങ്കിൽ എനിക്ക് സ്ട്രെയിറ്റ് പോകാൻ അറിയത്തില്ലായിരുന്നു. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞ് നാട്ടിലോട്ടൊക്കെ വന്ന സമയത്ത് നാട്ടിലുണ്ടായിരുന്ന ഒരു 800 ആയിരുന്നു, മാരുതി 800 96 മോഡല്. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും, എന്നെ അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം ആ ഒരു വാഹനം. ഒരു പഴയ 800 ആയിരുന്നു, കാർബറേറ്റർ സിസ്റ്റം ആയിരുന്നു. ആ ഒരു വാഹനത്തിലാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വാഹനം ഓടിക്കാൻ പഠിക്കുന്നത്. ഇന്നും എനിക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും, ഞാൻ ആദ്യം വാഹനം ഓടിക്കാൻ പഠിച്ചത് റിവേഴ്സ് എടുക്കാനാണ്. കാരണം വാഹനം വീട്ടിൽ കയറ്റിയിട്ടിരിക്കുകയായിരുന്നു, ആരും ഇല്ലാത്ത സമയം നോക്കി ഞാൻ താക്കോൽ എടുത്തുകൊണ്ട് പോയി സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ വാഹനം റിവേഴ്സ് എടുക്കുമായിരുന്നു. ഒരു കാരണവശാലും ഞാൻ ഈ പറയുന്ന കാര്യം ആരും അനുകരിക്കരുത്, ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം അന്നത്തെ കാലം എന്ന് പറയുമ്പോഴത്തേക്കും വാഹനങ്ങളൊന്നും വഴിയിൽ ഇല്ലാത്തൊരു കാലമായിരുന്നു, അധികം വാഹനങ്ങൾ ഇല്ലാത്ത കാലമായിരുന്നു. എന്നാൽ ഇന്നൊന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സൈക്കിൾ കൊണ്ടുപോകാൻ പോലും നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു കാലമാണ്. അപ്പം ബാക്കി നമുക്ക് കഥയിലോട്ട് വരാം. അന്ന് ഞാൻ ആദ്യം പഠിച്ചത് വാഹനം സ്റ്റാർട്ട് ചെയ്തു, ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്തു. ഗിയർ മാറാൻ എനിക്ക് കൃത്യം അറിയത്തില്ലായിരുന്നു. ക്ലച്ചിൽ നിന്ന് കാലെടുത്തപ്പോൾ വാഹനം പുറകോട്ട് ചാടി ഓഫായി. അപ്പൊ എനിക്കൊരു കാര്യം കിട്ടി, പുറകിലത്തെ റിവേഴ്സ് ഗിയർ ആണെന്നുള്ളത്. നേരെ ഞാൻ തട്ടി ന്യൂട്രൽ, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇട്ടു, സ്റ്റാർട്ട് ചെയ്തു. പതുക്കെ വാഹനം ചാടാൻ തുടങ്ങി ഫ്രണ്ടിലോട്ട്. കാരണം പണ്ടത്തെ ക്ലച്ച് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഹാർഡായിരുന്നു. പതുക്കെ ചാടി 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 പിന്നെ വാഹനം ഓഫായി. ഇങ്ങനെ 2-3 വട്ടം ഓഫാക്കി പുറകോട്ടും മുമ്പോട്ടും, ഞാൻ ഇപ്പം കാണിച്ചു തരുന്ന പോലെ പുറകോട്ടും മുമ്പോട്ടും ഒക്കെ എടുത്തെടുത്താണ് ഞാൻ ആദ്യം പഠിത്തം തുടങ്ങുന്നത്. അത് ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കോട്ടയത്തോട്ട് വന്നു. കോട്ടയത്ത് വന്നതിന് ശേഷം വാഹനം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കൊന്ന് ഏകദേശം ഞാനൊരു +1 ഒക്കെ പഠിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഞാൻ ഇതിലേക്ക് പതുക്കെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും, അതായത് നമ്മളിപ്പം വാഹനമൊക്കെ ഞാൻ ഓടിച്ച് കയറ്റുന്ന ആ ഒരു വഴി കൂടെ പതുക്കെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇറക്കി ഇവിടുന്ന് രാത്രി ഏകദേശം ഒരു 10:30 11 ആകുമ്പോൾ പപ്പ വീട്ടിലില്ലാത്ത സമയത്തൊക്കെ, പപ്പ ട്രിവാൻഡ്രത്തോ വല്ല എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് വാഹനം ഇറക്കി ഒരു ചെറിയ വളവ് പോലും 2 തവണ റിവേഴ്സ് എടുത്തായിരിക്കും ഞാൻ തിരിക്കുന്നത്. അങ്ങനെ തിരിച്ചും ഒക്കെ ആയിട്ടൊക്കെയാണ് ഓടിച്ച് പഠിച്ചത്. ഇതിനിടയ്ക്ക് ട്രിവാൻഡ്രത്ത് നടന്നൊരു സംഭവം പറയാൻ വിട്ടുപോയി. ഞാൻ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ കുറച്ച് നീളമുള്ള റോഡാണ്. ആ വഴി അത്രയും വാഹനം ഓടിച്ചു നോക്കുമായിരുന്നു. ഒരു ദിവസം അറിയാതെ കൈ വെട്ടിച്ചപ്പം വാഹനം ചെന്നൊരു വാഴയ്ക്കിട്ടിടിച്ച് വാഴ മറിഞ്ഞു വീണു. അങ്ങനെ ആ ഒരു വാഴ ഒരു ദിവസം ഞാനൊക്കെ എടുത്ത് കുഴിച്ചിട്ടായിരുന്നു. കുഴിച്ചൊക്കെ അതുപോലെ തന്നെ വെച്ചു. പക്ഷെ എനിക്ക് പണ്ട് അറിയത്തില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഇലയൊക്കെ കരിഞ്ഞു പോയി. അപ്പം വീട്ടിൽ നിന്നുള്ളവർ പൊക്കി, എന്നാ സംഭവം, ഞാൻ പറഞ്ഞു ഇന്ന പോലെ പറ്റിയാന്ന് പറഞ്ഞു. അന്നത്തെ ബമ്പർ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ബമ്പർ വെച്ച് ഇത് പിന്നെയും കട്ടിയുണ്ട്. ഇതൊന്നും അല്ല, ഇതിന്റെ ഒരു 4 ഇരട്ടി കട്ടിയുള്ള ബമ്പറൊക്കെ ആയിരുന്നു പഴയ 800 ഉണ്ടായിരുന്നത്. ഒന്നും പറ്റത്തില്ല എങ്ങനെ ഇടിച്ചെന്ന് പറഞ്ഞാലും. അപ്പം ആ ഒരു രീതി. അത് കഴിഞ്ഞിട്ട് ഇവിടെ കോട്ടയത്ത് വന്നതിന് ശേഷം ഞാൻ ഇവിടെയൊക്കെ കൂടെ ഓടിച്ച് ഏറ്റുമാനൂർ വരെയൊക്കെ പോകുമായിരുന്നു, ലൈസൻസ് ഇല്ലാത്ത കാലഘട്ടത്തിൽ. അങ്ങനെ ഓടിച്ചാണ് ഞാൻ ശരിക്കും എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഡ്രൈവിംഗ് എന്നുള്ളൊരു ഇഷ്ടത്തിലോട്ട് ഞാൻ വരുന്നത്, എനിക്ക് പഠിക്കണം എന്നൊരു ആഗ്രഹം വന്ന്. ഇതിനുശേഷം ഒരു ദിവസം വീട്ടിലോട്ട് കൊണ്ട് കയറ്റുന്ന സമയത്ത് തൂണേൽ ഒരഞ്ഞാണ് പപ്പ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ഞാൻ വാഹനം ഓടിക്കാൻ പഠിച്ചു എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഓടിക്കാൻ പഠിച്ചെന്നല്ല, മീൻസ് അറിയാതെ എടുത്തോണ്ട് പോകുന്നുള്ളത് അറിയുന്നത്. അപ്പൊ അതിനുശേഷം എനിക്ക് ഏകദേശം ഒരു 17 വയസ്സായിരുന്ന സമയത്തെങ്ങാണ്ട് ഞാൻ ഇതൊക്കെ നടത്തും. 17 16 സംതിങ് കണ്ടു. 18 ആയപ്പോൾ തന്നെ ലേണേഴ്സ് എടുത്തു. ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ പോയത് നമ്മുടെ വാഹനത്തിൽ തന്നെയായിരുന്നു. കാരണം എൻ്റെ ഇന്റിമേറ്റ് കമ്പനി, അതായത് വിമൽ കുമാർ എന്ന് പറയുന്ന കൊച്ചുമോൻ ചേട്ടനെ കൂട്ടിയാണ്, പുള്ളിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നു. പുള്ളിയെ കൂട്ടത്തിൽ ഇരുത്തിയാണ് ഞാൻ വാഹനം ഓടിച്ചൊക്കെ പഠിച്ച്, എൽബോർഡും ഒക്കെ വെച്ചുകൊണ്ടാണ് ഓടിച്ച് പഠിച്ചത്. ടെസ്റ്റിന് പോയപ്പോഴും പുള്ളി തന്നെയാണ് എൻ്റെ കൂട്ടത്തിൽ വന്നത്. പുള്ളി അവിടെ നിന്നു. ഞാൻ വെഹിക്കിൾ നമ്മുടെ വണ്ടിയെ മാത്രം കയറിയില്ല കേട്ടോ. പുള്ളി ഫ്രണ്ടിലത്തെ വണ്ടിയെ കയറിയിട്ട് പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞു. ഞാൻ ധൈര്യമായിട്ട് ഓടിച്ചൊക്കെ കാണിച്ചു. അന്നേരം തന്നെ ഹാൻഡ് സിഗ്നലും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയില്ല, അതെല്ലാം കാണിച്ചു. ഏതായാലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ സാധിച്ചു. അതൊന്നും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി. 2007 കാലഘട്ടത്തിലെങ്ങാണ്ടാണ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്. ഓക്കെ. അപ്പം അതെല്ലാം കഴിഞ്ഞു. ഇപ്പം ഇത്രയും വർഷമായി. ഇപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പൊ ഇതുപോലെയാണ് ഞാൻ പഠിച്ചത്. നിങ്ങളാരും ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ
ഡ്രൈവിങ്ങിനോടുള്ള പാഷൻ അല്ലെങ്കിൽ വാഹനം ഓടിക്കണം എന്നുള്ളൊരു ഇഷ്ടം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് വാഹനം ഓടിക്കാൻ സാധിക്കും. പതുക്കെ പതുക്കെ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പതുക്കെ പതുക്കെ ഓരോ ദിവസവും ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതുപോലെ നിങ്ങളും പഠിക്കുക. നിങ്ങളും ചെയ്ത് മാത്രം നമുക്കിതെല്ലാം പഠിക്കാൻ സാധിക്കത്തുള്ളൂ. ഒരിക്കലും പുസ്തകം നോക്കിയോ വീഡിയോ നോക്കിയോ നമുക്കൊരു വാഹനം ഓടിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയത്തില്ല. ചെയ്ത് പഠിച്ചാൽ മാത്രം സാധിക്കത്തുള്ളൂ. പിന്നെ വീഡിയോസ് കാണുന്നുള്ള ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത്.